പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 14-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ പ്രഭാതവും നിങ്ങളുടെ പറയപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉപവാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഓരോ ദിവസവും. ആമേൻ. ആരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ എളിയവനും ഈ വചന സന്ദേശവുമായി നിങ്ങളുടെ അരികിൽ വരുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന തന്നെയാണ്. എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കുന്നു. ആമേൻ. സ്തോത്രം. ക്ഷേമം അന്വേഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്തു നീ മറഞ്ഞു കളയുന്നതും എന്ത്? ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കാത്ത മനുഷ്യർ ഉണ്ടെന്ന് തോന്നുന്നില്ല. വേദപുസ്തകത്തിൽ പേർ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയവരാണ്. പുതിയ നിയമ ഭക്തന്മാരുടെ കഷ്ടതകൾ എണ്ണമറ്റതാണ്. മിക്കവാറും എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്ന പൗലോസ് അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചതായി തിരുവചനത്തിൽ പറയുന്നുണ്ട്. കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെയായിരുന്നു മക്കദോനിയ സഭകൾ കടന്നുപോയിരുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ടതകൾ വരികയില്ല എന്ന് പഠിപ്പിക്കുന്ന നവീന ചിന്താഗതിക്കാർ എഴുന്നേറ്റിട്ടുണ്ട്. അവർ ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർ ഭോഷ്ക് പറഞ്ഞ് വഞ്ചിക്കുന്ന സാത്താൻ്റെ ഏജന്റുമാരാണ്. ഇങ്ങനെയുള്ളവർ ആദ്യ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. ഭക്തനായ ദാവീദ് എല്ലാ കാലങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവഹിതം നിറവേറ്റിയവനുമാണ്. എന്നാൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയ അനവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ താൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്നോട് സംസാരിക്കുകയോ തൻ്റെ പ്രതിസന്ധികൾക്ക് ഉടനെ പരിഹാരം ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോഴെല്ലാം താൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ അവസരത്തിൽ നീ മുഖം മറച്ചു കളയുന്നു എന്നാണ്. തനിക്ക് നേരിട്ട ഏറ്റവും വേദനാജനകമായ കഷ്ടതയുടെ നടുവിൽ ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ മുഖം തനിക്ക് മറയ്ക്കുകയും തൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ദൂരത്തു നിൽക്കുകയും ചെയ്തത് എന്ന് ഭക്തനായ ഇയ്യോബും പരിതപിച്ചിട്ടുണ്ട്. ഇതുപോലെ നാം നേരിടുന്ന കഠിന ശോധനകളുടെ നടുവിൽ ദൈവം മുഖം മറച്ചു കളഞ്ഞുവോ എന്ന് നാമും ചോദിക്കാറില്ലേ? എന്നാൽ നാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം നമ്മെ മറന്നതല്ല കുഞ്ഞെ. നമ്മെ കൊള്ളാവുന്നവരാക്കി തീർക്കുവാനും നാം പ്രതിഫലത്തിന് യോഗ്യരായി തീരുവാനും ദൈവം നമ്മെ ഒരുക്കുകയാണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം, ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി ചില കഷ്ടതകളിൽ കൂടെ നമ്മെ കടത്തിവിട്ടേക്കാം. ദൈവജനത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയും അവരെ ഉദ്ധരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ മിസ്രൈമിൽ ഫറവോന്റെ ഇരുമ്പ് തീച്ചൂളയ്ക്കകത്ത് കഷ്ടപ്പെടുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ അവർ അത്യുച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവരുടെ കണ്ണുനീരും നിലവിളിയും കണ്ട് അവരുടെ നടുവിൽ ഇറങ്ങി വന്നു ദൈവം. എന്നാൽ വിടുതൽ ലഭിച്ച ജനം കാലക്രമേണ ദൈവത്തോടും ദൈവിക ആലോചനകളോടും മത്സരിക്കുകയും ചെയ്തു.
അതു നിമിത്തം ദൈവം അവരെ വിട്ടുപോയ സംഭവങ്ങളും തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഒന്ന്, ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അവിടെ കഷ്ടതയുടെ നടുവിൽ ദൈവവും മുഖം മറച്ചു കളയുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. അതുപോലെ ആരാധനയും ദൈവത്തിൻ്റെ ആലോചനയും അവഗണിച്ചാലും അതിനെ അധിക്ഷേപിച്ചാലും ദൈവം ദൂരത്ത് നിൽക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അകൃത്യ ജീവിതം, പാപം, രഹസ്യ പാപം, ഭർത്താവിനെ വഞ്ചിക്കുക, ഭാര്യയെ വഞ്ചിക്കുക, സഭയെ വഞ്ചിക്കുക, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, അകൃത്യം ജീവിതത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല, കുഞ്ഞെ, മുഖം മറച്ചു കളയും. 4, ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവന് വേണ്ടി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. മനസ്സ് കഠിനമാക്കുകയും ദൈവാലോചനയ്ക്ക് വിധേയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ദൂരസ്ഥനായിരിക്കും. ദൈവം മുഖം മറച്ചു കളഞ്ഞാൽ ഒരുവന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം മുഖം മറച്ചു കളയുകയും കഷ്ടകാലത്ത് ഉത്തരം കൊടുക്കാതെയും ഇരുന്ന തകർന്നുപോയ ശൗലിന്റെ അന്ത്യം എത്ര ദയനീയമായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ കഷ്ടകാലങ്ങളിൽ ദൂരസ്ഥനായിട്ടല്ല, നമ്മുടെ സമീപസ്ഥനായി തന്നെ കൂടെ ഉണ്ടാകും. ആമേൻ. യോസഫിന്റെ കഷ്ടതയിൽ ദൈവം കൂടെയുണ്ടായിരുന്നു. പ്രിയ ദൈവവേദനേ, നമ്മുടെ കഷ്ടതയിൽ ആരെല്ലാം നമ്മെ മറന്നുപോയാലും, ആരും നമ്മെ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ ദൈവം നമുക്കായി വാതിൽ തുറക്കും, അത്ഭുതം ചെയ്യും. എല്ലാവരും മുഖം മറച്ചു കളയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതയുടെ മുന്നിൽ മുഖം മറച്ച് കളയുകയില്ല. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, സഹായിക്കുവാൻ കഴിയുന്നവർ നമ്മുടെ സ്നേഹിതന്മാരിൽ എത്രയോ പേരുണ്ട്. നമുക്ക് സ്തോത്രം, നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം നമ്മെ മറന്നു കളയുമ്പോൾ, നമ്മെ ഓർക്കാതിരിക്കുമ്പോൾ, നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ, കുഞ്ഞെ, കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കഷ്ടതയുടെ നടുവിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് കെരീത്ത് തോട്ടിൻ്റെ വെള്ളം പറ്റിയപ്പോഴും ദൈവം തനിക്ക് വേണ്ടി ഒരു സാരാഭാത്തൊരുക്കി വെക്കുവാൻ ദൈവം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും വ്യർത്ഥമായി പോകയില്ല, ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. വിശ്വസിക്കാമോ? സ്തോത്രം. ഈ പ്രഭാതം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്തെന്ന് ഇനി ചോദിക്കാതെ ദൈവം നമ്മുടെ അരികിലുണ്ട്. കഷ്ടകാലത്ത് മാറി നിൽക്കുന്ന ദൈവമല്ല, കഷ്ടകാലത്ത് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് സ്തോത്രം നാം ആരാധിക്കുന്നത്. അവൻ എന്നോട് പറ്റി നിൽക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് പ്രഭാതം ദൈവസന്നിധി പറ്റി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുന്നവനെ ലോകമറിയില്ല, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനിടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതം ദൂരത്ത് നിൽക്കാതെ ഞങ്ങളുടെ അരികിൽ കർത്താവേ, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, ഞങ്ങളുടെ വേദനയുടെ നടുവിൽ, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ ബാധ്യതയുടെ നടുവിൽ കർത്താവേ, നിന്റെ കരം സ്തോത്രം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതം സ്തോത്രം ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരുടെ മേലും ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരുടെ മേൽ, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവരുടെ മേൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. രാജ്യത്തിനകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ, എത്ര സ്തോത്രം പ്രിയപ്പെട്ടവർ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ കർത്താവേ,
രാജ്യത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ സ്തോത്രം കഷ്ടപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാം ഈ പ്രഭാതം ഓർക്കണമേ. രോഗികളായിരിക്കുന്നവർ, ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചവർ, കർത്താവേ അവനെല്ലാവരെയും ഓർക്കണമേ. അവനൊരു പൂർണ്ണ സൗഖ്യം സ്വർഗം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തെ നൽകണം. സ്വർഗം അത്ഭുതം ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ ഓർക്കുവാനും തമ്മിൽ കർത്താവെ പ്രാർത്ഥിക്കുവാനും തമ്മിൽ സഹായിക്കുവാനും ഒരു മനസ്സ് കർത്താവ് ഈ നാളുകളിൽ തൻ്റെ ജനത്തിന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.